ഹായ് ഓൾ, ഏവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. സിലബസിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിലുള്ള റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഇതിനോടകം ആഡ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ശരിയായി ചേരുംപടി ചേരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അൽഫോൻസോ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം എന്നാണ് ചേരുംപടി ചേർത്ത് തന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അൽഫോൻസോ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മിക്സഡ് കോളനികളുടെ നയം എന്താണെന്ന് അറിയാമോ? പോർച്ചുഗീസുകാരുടെ പതനത്തിന് പ്രധാന കാരണമായി തീർന്ന നയം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് മിക്സഡ് കോളനികളുടെ നയം എന്ന് പറയുന്നത്. ഇത് ഒന്നുമില്ല, സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുന്ന നയമാണ് ഈ മിക്സഡ് കോളനികളുടെ നയം എന്ന് പറയുന്നത്. ഇത് തുടങ്ങി വെച്ച ആളാണ്, മിക്സഡ് കോളനികളുടെ നയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധതയുള്ള ഒരു പുതിയ ജനവർഗത്തെ സ്ഥാപിക്കാമെന്ന് കരുതിയിട്ട് അൽബുക്കർക്ക് തുടങ്ങി വെച്ചതാണ് മിക്സഡ് കോളനികളുടെ നയം. അപ്പോൾ ഒന്നാമത്തേത് ശരിയാണ്. ഒന്ന് ശരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി 2 and 4 നോക്കേണ്ട ആവശ്യമില്ല. 3 ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമുക്ക് നോക്കാം. മൂന്നാമത്തേത് ഡോക്ടർ അലക്സാണ്ടർ ഓം എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? നമ്മൾ ഈ പേര് കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേണാട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പേരാണ് അലക്സാണ്ടർ ഓം. അങ്ങനെയാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. വേണാട് ഉടമ്പടിയിൽ ഇരുവിഭാഗക്കാരുടെയും പ്രതിനിധികളായിട്ട് മാർത്താണ്ഡവർമ്മ യുവരാജാവും അതുപോലെ 5 തെങ്ങിലെ കമാൻഡറായ ഡോക്ടർ അലക്സാണ്ടർ ഓർമും വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പിട്ടവരാണ് ഇവർ രണ്ടുപേര്. വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ യുവരാജാവും 5 തെങ്ങിലെ കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓമും ഒപ്പുവെച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അലക്സാണ്ടർ ഓം എന്തുമായി ബന്ധപ്പെട്ടതാണ്? വേണാട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ മൂന്നാമത്തേത് തെറ്റിയില്ലേ? അപ്പോൾ ഓപ്ഷൻ ഇതല്ല നമുക്ക് മനസ്സിലായി. ആൻസർ കിട്ടി. 1 മാത്രമാണ് ശരിയായി ചേരുംപടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി 2 ഓപ്ഷൻസ് കൂടി നോക്കാം. അഡ്മിറൽ വാൻഡ്രീഡ് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാരിക്കസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ പേര് കേട്ടിട്ടുണ്ടാവും, എന്നാലും നമുക്കിതൊന്ന് ഉറപ്പിക്കാം. കേരളത്തിലെ ഡച്ചുകാർക്ക് സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും മഹത്തരമായ നേട്ടം എന്ന് പറയുന്ന ഹോർത്തൂസ് മലബാരിക്കസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അഡ്മിറൽ വാൻഡ്രീഡ്. അഡ്മിറൽ വാൻഡ്രീഡിന്റെ രക്ഷാധികാരത്തിലാണ് ഈ ഒരു ഹോർത്തൂസ് മലബാരിക്കസിന്റെ രചന നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അഡ്മിറൽ വാൻഡ്രീഡ് ഫ്രഞ്ച് അഡ്മിറൽ എന്ന് കാണുമ്പോൾ അത് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. അഡ്മിറൽ വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാരിക്കസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനിയുള്ളത് മാഹേ ലേബർഡോണൈസ് ആണ്. മാഹേ ലേബർഡോണൈസ് ആരാണ്? അദ്ദേഹം 1741 നവംബറിൽ തലശ്ശേരി ഉപരോധിക്കാൻ മയ്യഴിയിൽ എത്തിച്ചേർന്ന ഒരു ഫ്രഞ്ച് അഡ്മിറലാണ്. ഓക്കെ, മാഹേ ലേബർഡോണൈസ് അദ്ദേഹം ഒരു ഫ്രഞ്ച് അഡ്മിറലാണ്. ഇംഗ്ലീഷുകാരുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം മാഹേ ലേബർഡോണൈസ് കടത്തനാട് രാജാവുമായിട്ട് യുദ്ധം ചെയ്യുകയും രാജാവിൻ്റെ ചില പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 തന്നെ തെറ്റാണ്. അൽഫോൻസോ ഡി അൽബുക്കർക്ക് മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് പറയുന്നത്. ഇനി അൽബുക്കർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1509 അൽമേഡ ഇന്ത്യ വിട്ടതിന് ശേഷം തലസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട പോർച്ചുഗീസ് രാജപ്രതിനിധിയാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. പിന്നെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അൽഫോൻസോ ഡി അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും സതി നിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? അൽഫോൻസോ ഡി അൽബുക്കർക്കാണ്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും സതി നിരോധിക്കുകയും ചെയ്ത പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്,
1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. 1757 പ്ലാസി യുദ്ധം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വിജയിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 റിവോൾട്ട് ഓഫ് 1857 നമ്മൾ പറയാറില്ലേ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒന്നാമത്തേത് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനോടെ തെറ്റിപ്പോയിട്ടുണ്ട്, അവിടെ 1 ഇല്ല. അടുത്തത്, ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്നത്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്താണെന്ന് അറിയാമോ? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്നത് വളരെ കോമൺ ആയിട്ട് വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? ഡെൽഹൌസി പ്രഭു ആണ്, ലോർഡ് കോൺവാലിസ് അല്ല. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? ഡെൽഹൌസി പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ഡെൽഹൌസി പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ് കേട്ടോ. കഴ്സൺ പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ്രോയി ഡെൽഹൌസി പ്രഭുവും പിൻവലിച്ചത് കഴ്സൺ പ്രഭുവുമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണ്. 4 ശരിയാണ്. മൂന്നാമത്തേത് നമുക്ക് നോക്കേണ്ട പോലും ആവശ്യം അവിടെ വരുന്നില്ല. മറ്റു 2 ശരിയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. പ്രാദേശിക മാധ്യമങ്ങൾക്ക് മേലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇല്ലാതാക്കി മെറ്റ്കാഫ് പ്രഖ്യാപിച്ച നിയമമാണ് പ്രസ് ആക്ട് എന്ന് പറയുന്നത്. പ്രസ് ആക്ടിന്റെ വർഷം 1835 ആണ് കേട്ടോ. 1835 പ്രസ് ആക്ട് വരുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾക്ക് മേലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് മെറ്റ്കാഫ് പ്രഖ്യാപിച്ച നിയമമാണ് പ്രസ് ആക്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു നിയമം മെറ്റ്കാഫിന്റെ പേരിലായതുകൊണ്ട് തന്നെ 1835 പ്രസ് ആക്ട് മെറ്റ്കാഫ് ആക്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മെറ്റ്കാഫ് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് പ്രസ് ആക്ട് തന്നെയാണ്. 1835 പ്രസ് ആക്ട് തന്നെയാണ് മെറ്റ്കാഫ് ആക്ട് എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. അടുത്തത്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ബംഗാൾ ഗസറ്റ് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഈ ബംഗാൾ ഗസറ്റ് ആണ് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദിനപത്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. അദ്ദേഹം ആരാണിത് ഈ ഒരു പത്രത്തിന്റെ ആരംഭത്തിന് കാരണമായി വർത്തിച്ചത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് 1757 തുടക്കം വന്നെങ്കിലും ഈ ഒരു യുദ്ധം കാരണമല്ല. 1764 ബക്സാർ യുദ്ധത്തിലൂടെയാണ് ബംഗാൾ പൂർണ്ണമായും കമ്പനിയുടെ കീഴിലായിട്ട് വന്നത്. അപ്പോൾ 1764 ബക്സാർ യുദ്ധം എന്നുകൂടി ഓർത്തിരിക്കുക. 1764 ബക്സാർ യുദ്ധത്തിലൂടെയാണ് ബംഗാൾ പൂർണ്ണമായിട്ടും കമ്പനിയുടെ കീഴിലായിട്ട് വന്നത്. ഇനി പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ കൊലപ്പെടുത്തിയ ശേഷം ബംഗാളിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ്? മിർജാഫർ ആണ് കേട്ടോ. മിർജാഫർ ആണ്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ കൊലപ്പെടുത്തിയ ശേഷം ബംഗാളിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് മിർജാഫർ. ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയ ബംഗാൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ
പരാജയപ്പെടുത്തിയ ബംഗാൾ നവാബ് ആരാണ്? സിറാജുദ്ദൗളയാണ്. സിറാജുദ്ദൗളയുടെ മരണത്തിന് ശേഷമാണ്, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശേഷമാണ് ബംഗാളിലെ നവാബായിട്ട് മിർ ജാഫറിനെ അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാൾ നവാബാണ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവ് ആണ്. സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാൾ നവാബ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവും ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഇത് കുറച്ച് എളുപ്പമാണ്, ഒന്ന് നോക്കിക്കേ. ഹേബിയസ് കോർപ്പസ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ടു ഹാവ് ദി ബോഡി ഓഫ്, അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന റിട്ടാണ്. ഒത്തിരി അധികം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് വരുന്നത് ഇപ്രകാരം ആയതുകൊണ്ട് ചേരുംപടി ചേർക്കുമ്പോൾ ഒന്നാമത്തേത് എന്തായാലും തെറ്റാണ്. ഒന്നാമത്തേത് തെറ്റുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് കട്ടായി പോകുന്നുണ്ട്. അടുത്തത് ജീൻ ജാക്വസ് റൂസോ, സോഷ്യൽ കോൺട്രാക്റ്റ്. ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട് അതും നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. 2 ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ട് ആൻസർ ഏതാണ്? 1ഉം 3ഉം ഇല്ലാത്തതാണെന്ന് കിട്ടുമ്പോൾ തന്നെ ആൻസർ ബി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറയാം, ഹേബിയസ് കോർപ്പസ് എന്താണ്? ഹേബിയസ് കോർപ്പസ് നമ്മൾ പഠിച്ചിട്ടുള്ള റിട്ടുകളാണ്. നിയമവിരുദ്ധമോ നമ്മൾ പഠിച്ചിട്ടുള്ള റിട്ടുകളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമോ അല്ലെങ്കിൽ നീതിരഹിതമോ ആയിട്ട് തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ശരീരം ഹാജരാക്കുക, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം, ടു ഹാവ് ദി ബോഡി ഓഫ് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ഒന്നാമത്തേത് കിട്ടി. അടുത്തത് സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റാമ്പ് ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം അല്ലേ? ഓക്കെ. 1765 മാർച്ച് 22-നാണ് സ്റ്റാമ്പ് ആക്ട് നിലവിൽ വരുന്നത്. 1765 സ്റ്റാമ്പ് ആക്ട് നിലവിൽ വരുന്നത്. 1765 മാർച്ച് 22-നാണ് സ്റ്റാമ്പ് ആക്ട് നിലവിൽ വരുന്നത്. അത് നിർത്തലാക്കിയത് അല്ലെങ്കിൽ റദ്ദാക്കിയത്, സ്റ്റാമ്പ് ആക്ട് റദ്ദാക്കിയത് 1766 കേട്ടോ. 1765 സ്റ്റാമ്പ് ആക്ട് നിലവിൽ വന്നു. 1766 സ്റ്റാമ്പ് ആക്ട് റദ്ദാക്കി. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ചുമത്തിയ ആദ്യത്തെ ആഭ്യന്തര നികുതി ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റാമ്പ് ആക്ട് എന്നാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ചുമത്തിയ ആദ്യത്തെ ആഭ്യന്തര നികുതിയാണ് സ്റ്റാമ്പ് ആക്ട്. ഇനി സ്റ്റാമ്പ് നിയമം പാസ്സാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ജോർജ് ഗ്രാൻവില്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റാമ്പ് ആക്ട് അല്ലെങ്കിൽ സ്റ്റാമ്പ് നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ജോർജ് ഗ്രാൻവില്ലേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയും ഓപ്ഷൻസിൽ ഇത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് ജീൻ ജാക്വസ് റൂസോ. ജീൻ ജാക്വസ് റൂസോ ആരാണ്? അദ്ദേഹം ഒരു ഫ്രഞ്ച് ചിന്തകനാണ്. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ജീൻ ജാക്വസ് റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ് എന്നത്. SCERTയിൽ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ജീൻ ജാക്വസ് റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ. ഹാങ്കോ സംഭവം എന്താണ്? ഹാങ്കോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1927 ചൈനീസ് നഗരമായിട്ടുള്ള ഹാങ്കോവിൽ നടന്ന ഒരു കലാപമാണ് ഹാങ്കോ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് നേതൃത്വം വഹിച്ച 1911 വിപ്ലവത്തിൽ ഹാങ്കോ നഗരം പിടിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു പ്രമുഖ ചൈനീസ് നേതാവായിരുന്നു ലീ യുവാൻ ഹാങ് എന്ന അദ്ദേഹം. ലീ യുവാൻ ഹാങ്, ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രധാന നേതാവെന്ന് വേണമെങ്കിൽ പറയാം ലീ യുവാൻ ഹാങ്. അതുകൊണ്ടാണ് 4ാമത്തെ ഓപ്ഷൻ ശരിയായിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് നഗരമായ ഹാങ്കോവിൽ നടന്ന സംഭവമാണ് ഹാങ്കോ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്ന്, ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി.
2. ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. മുകളിലുള്ള പ്രസ്താവനകൾ പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. 1. ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തെ അവസാനത്തെ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഔറംഗസേബാണ്. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി ഔറംഗസേബാണ്. മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നതും ഔറംഗസേബ് ആണ് കേട്ടോ. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ച ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഔറംഗസേബാണ്. ബാദ്ഷാഹി ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാലും ഉത്തരം ഔറംഗസേബാണ്. അപ്പോൾ ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും തന്നെ ശരിയാണ്. മുകളിലുള്ള 2 പ്രസ്താവനകൾ നോക്കിക്കഴിയുമ്പോൾ ശരി ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാർ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാമോ? പേര് തഞ്ചാവൂർ നാൽവർ എന്നായിരുന്നു. തഞ്ചാവൂർ നാൽവർ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. തഞ്ചാവൂർ നാൽവർ എന്ന് അറിയപ്പെട്ടിരുന്നതാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാർ. ഇവരെല്ലാവരും തന്നെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായിരുന്നു. അവരാരൊക്കെയാ? വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവരാണ്. വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവരാണ്. അപ്പോൾ നാൽവർ സംഘത്തിൽപ്പെട്ട 2 പേര് ഇവിടെ ഓപ്ഷനിലുണ്ട്. വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ എന്നിവരാണ്. ഇനിയുള്ളത് സുബ്ബുക്കുട്ടി അയ്യ, അലിഗിരി നായിഡു എന്നിവരാണ്. സുബ്ബുക്കുട്ടി അയ്യ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ വീണാ വിദഗ്ധനായിരുന്നു. ഫ്രീലാൻസ് ആയിട്ട് വീണയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അലിഗിരി നായിഡു ഇദ്ദേഹത്തിൻ്റെ സദസ്സിലെ സംഗീതവുമായി ബന്ധമില്ലാത്ത ആളാണ്. ആരാണ് ഇദ്ദേഹം? അലഗിരി നായിഡു ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്ന 3 പ്രശസ്ത ചിത്രകാരന്മാരുണ്ട്. 1 അലഗിരി നായിഡു, 2 പെഡ്ഡദാസരി, 3 രാമസ്വാമി നായിക്കർ. അലഗിരി നായിഡു ഒന്നാമത്തെ ആളാണ്. 2 പെഡ്ഡദാസരി, 3 രാമസ്വാമി നായിക്കർ. അലിഗിരി നായിഡു, പെഡ്ഡദാസരി, രാമസ്വാമി നായിക്കർ എന്നിവർ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ചിത്രകാരന്മാരാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൻസർ ഏതാണ്? അലഗിരി നായിഡു ആണ്. ബാക്കി 3 ആൾ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട. അടുത്ത ചോദ്യം, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലറും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്, തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് 1932 ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 1936 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചു. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു. ഇതെല്ലാം തന്നെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ഇനി 1938 വിധവ പുനർവിവാഹ നിയമം
1938 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നത്. 1938 തന്നെയാണ് വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കുന്നത്. വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കുന്നതും 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നതും 1938 ഇനി 1940 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൗരി പാർവതിഭായ്, റാണി ഗൗരി പാർവതിഭായ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗൗരി പാർവതിഭായ് ആണ്. റാണി ഗൗരി പാർവതിഭായ് ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളാണ്. ഇനി ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. തിരുവിതാംകൂറിൻ്റെ സർവകലാശാല യൂണിവേഴ്സിറ്റി ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. അദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു. 1938 തന്നെ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കി. അതിനുശേഷം 1940 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SRT ടെക്സ്റ്റ് പാർട്ട് 2 തന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. വിദൂര സംവേദനം 19-ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 1960 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസറുകൾ. സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസറുകൾ. ക്യാമറയും സ്കാനറുകളും സംവേദകങ്ങളാണ്. വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് സംവേദകം പകർത്തുന്നത്. ഇത്തരം വികിരണങ്ങളെയാണ് സംവേദകം പകർത്തുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. വിമാനങ്ങൾ, ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലേക്ക് സംവേദകങ്ങൾ സ്ഥാപിക്കാം. ഊർജത്തിന്റെ ഉറവിടം, പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ ചുവടെ ചേർക്കും വിധം പലതായി തരംതിരിക്കാം. 2 തരത്തിലാണ് തരംതിരിക്കുന്നത്. പരോക്ഷ വിദൂര സംവേദനം പാസീവ് റിമോട്ട് സെൻസിങ്, അതുപോലെ പ്രത്യക്ഷ വിദൂര സംവേദനം ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഒന്നാമത് പരോക്ഷ വിദൂര സംവേദനമാണ് നോക്കുന്നത്. സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ലാത്ത വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇനി പ്രത്യക്ഷ വിദൂര സംവേദനം അല്ലെങ്കിൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം അല്ലെങ്കിൽ സെൻസർ കൃത്രിമമായി പ്രകാശം പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ
അതിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഇനി ഇവിടെ തന്നിട്ടുള്ളത് വിദൂര സംവേദനത്തിൽ ഒരു ഊർജ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. അതിപ്പോൾ പ്രത്യക്ഷമോ അല്ലെങ്കിൽ പരോക്ഷമോ ആയാലും ഊർജം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ്. വസ്തുക്കൾ പ്രതിഫലിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുത കാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം നോക്കാം. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭൂതല ഛായാഗ്രഹണം ആദ്യം നോക്കുകയാണെങ്കിൽ ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ഇതിൽ നിന്നും ഒരുപാട് തവണ PSC ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഭൂതല ഛായാഗ്രഹണം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ആകാശീയ വിദൂര സംവേദനം എന്നാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഇതുപോലെ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ഇത് കണ്ടോ, ഇത്തരത്തിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ഇപ്രകാരമാണ് വിദൂര സംവേദനം വരുന്നത്. ഇനി ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? 1. ഊർജ്ജ സ്രോതസ്സിൻ്റെ വികിരണം ആവശ്യമല്ലേ? അതെ, ആവശ്യമാണ്. ഊർജവും ലക്ഷ്യമായുള്ള പ്രതിപ്രവർത്തനം. ഊർജം ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സംപ്രേക്ഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വ്യാഖ്യാനവും വിശകലനവും റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമാണല്ലോ വ്യാഖ്യാനവും വിശകലനവും എന്നത്. അപ്പോൾ 4ഉം തന്നെ ജനറൽ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 4ഉം തന്നെ ശരിയാണ്. അപ്പോൾ ഊർജ്ജ സ്രോതസ്സിൻ്റെ വികിരണം ആവശ്യമാണ്. ഊർജവും ലക്ഷ്യമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേക്ഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും വ്യാഖ്യാനവും വിശകലനവും എല്ലാം തന്നെ ആവശ്യമാണ്. 11D ആണ്. മുകളിൽ നൽകിയവയിൽ എല്ലാം തന്നെ ശരിയാണ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ജിയോഡെസി എന്നത്. ജിയോഡെസി ഓപ്ഷൻ എ ആണ് ജിയോഡെസി. ഭൂമിയുടെ 3 അടിസ്ഥാന ഗുണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി അളക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി സഹായിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി എന്ന് പറയുന്നത്. ഭൂമിയുടെ ജാമിതീയ രൂപം, ബഹിരാകാശത്തെ ഓറിയന്റേഷൻ, ഗുരുത്വാകർഷണ മണ്ഡലം, ഇതാണ് ഭൂമിയുടെ അടിസ്ഥാന 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞത്. ഭൂമിയുടെ ജാമിതീയ രൂപം, ബഹിരാകാശത്തെ ഓറിയന്റേഷൻ, ഗുരുത്വാകർഷണ മണ്ഡലം എന്നിവ കൃത്യമാക്കി അളക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ശാസ്ത്രശാഖയാണ് ജിയോഡെസി എന്നത്. ഇതാണ് ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ. ഇനി ഇത്തരത്തിൽ ജിയോഡെസി ശാസ്ത്രശാഖയിൽ പഠനം നടത്തുന്നവർ അറിയപ്പെടുന്ന പേരാണ് ജിയോഡെസിസ്റ്റുകൾ എന്നത്. ജിയോഡെസിസ്റ്റുകൾ എന്നാൽ എന്താണ്? ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ പഠന വിഷയമാക്കിയവരാണ് ജിയോഡെസിസ്റ്റുകൾ. ഇനി എന്താണ് ഫോട്ടോഗ്രമെട്രി? ഫോട്ടോഗ്രമെട്രി എന്നാൽ
ഏരിയൽ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിശ്വസനീയമായ അളവുകൾ ശാസ്ത്രീയമായി എടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഫോട്ടോഗ്രമെട്രി എന്നത്. ഫോട്ടോഗ്രമെട്രി ഏരിയൽ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിശ്വസനീയമായ തരത്തിലുള്ള അളവുകൾ ശാസ്ത്രീയമായി എടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഫോട്ടോഗ്രമെട്രി എന്നത്. ഇനി എന്താണ് കാർട്ടോഗ്രഫി? നമ്മൾ PYQയിൽ ധാരാളം തവണ കണ്ടിട്ടുണ്ട്. കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രഫി അല്ലെങ്കിൽ ഭൂപട ശാസ്ത്രമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വിദഗ്ധർ കാർട്ടോഗ്രാഫറാണ്. കാർട്ടോഗ്രാഫർ. കാർട്ട എന്നാൽ ഭൂപടം എന്നാണ് അർത്ഥം. കാർട്ട എന്നാൽ ഭൂപടം എന്നാണ് അർത്ഥം. ഗ്രഫിക് എന്നാൽ വരയ്ക്കുക എന്നൊരർത്ഥമാണ്. അപ്പോൾ കാർട്ടോഗ്രഫി എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ്. ജിസ്, GIS, ജിസ്. ഇനി ജിസ് നമുക്ക് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജിസ്? ജിസ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ജിസ് എന്ന് പറയുന്നത്. ജിസ് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഭൂവിവര വ്യവസ്ഥയാണ് ജിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്തിൻ്റെയും ഉപരിതല സവിശേഷതകൾ ആവശ്യാനുസരണം ജിസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പകർത്തിയെടുത്തുകൊണ്ട് പ്രാദേശിക ഭൂപടങ്ങൾ നിർമ്മിക്കാനായിട്ട് സഹായിക്കും. ഇത്തരത്തിലുള്ള സംവിധാനമാണ് ജിസ് അല്ലെങ്കിൽ ക്രിയേറ്റ് മാപ്പ് എന്നത്. ഈ ഒരു ജിസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾക്ക് ഉദാഹരണം പറയാനാണെങ്കിൽ വ്യവസായം, വിദ്യാഭ്യാസം, കൃഷി, ആസൂത്രണം, വാണിജ്യം, വാർത്താവിനിമയം, അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാറുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു ഭൂവിവര വ്യവസ്ഥ, അതാണ് ജിസ് അല്ലെങ്കിൽ GIS എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് പറയുകയാണെങ്കിൽ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റർ. മെർക്കാറ്ററാണ്. മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റർ ആണ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. ആദ്യമായി ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് നിർമ്മിച്ചത് ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക ശിലകൾ നമുക്ക് SCRTയിൽ നിന്ന് പഠിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ശിലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ. SCRT നോക്കാം. ശിലകളെ പൊതുവെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതുവരെ ശിലകളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഒന്നാമതായിട്ട് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്, രണ്ടാമത് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്, മൂന്നാമത് കായാന്തരിക ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ്. ഈ ഭാഗത്തു നിന്നും ധാരാളം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ ലെവലിലുള്ള പരീക്ഷകൾ മുതൽ ഉയർന്ന നിലവാരം കാണിക്കുന്ന പരീക്ഷകൾക്ക് വരെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അതുപോലെ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ രൂപപ്പെടാവുന്നതാണ് ആഗ്നേയ ശിലകൾ. അപ്പോൾ ഇത്തരത്തിൽ തന്നിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ഉദാഹരണം എന്താണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ. ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മളെ ചോദ്യം ഇതാണ്. ആൻസർ കിട്ടിയല്ലോ. ബാക്കി കൂടെ നോക്കാം. അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണെന്ന് അറിഞ്ഞിരിക്കുക. പാളികളായിട്ട് രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും അറിയപ്പെടുന്നു. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാദ ശിലകളാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാദ ശിലകളാണ്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നത്, സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്ട്രാറ്റ എന്നാൽ ലെയേഴ്സ് എന്നാണ്, അടുക്കുകളായിട്ട് പാളികളായിട്ട് രൂപപ്പെടുന്നു എന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പാളികളായി രൂപപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ശിലകളെയാണ് അടുക്കുശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. ഇനി കായാന്തരിക ശിലകൾ, ഇവിടെ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് എന്ന രീതിയിലാണ്. നോക്കാം. കായാന്തരിക ശിലകൾ, മെറ്റാമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. ഉദാഹരണം മാർബിൾ, സ്ലീറ്റ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഡിഗ്രി പ്രിലിംസിന് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ട് ഏത് തരം ശിലകളിൽ നിന്നാണ് ഏത് തരത്തിലുള്ള കായാന്തരിക ശിലകൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മാർബിൾ എന്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, സ്ലീറ്റ് എന്തിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ചോദ്യം? അപ്പോൾ അത്തരത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്, ശ്രദ്ധിച്ച് പഠിക്കുക. കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിക ശിലകളാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ചോദ്യം: താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾ. സ്ട്രാറ്റിഫൈഡ് ശിലകൾ ഏതാണ്? സ്ട്രാറ്റിഫൈഡ് ശിലകൾ അവസാദ ശിലകളാണ്. നമ്മൾ പറഞ്ഞു രൂപാന്തര ശിലകൾ കായാന്തരിക ശിലകൾ, അവശിഷ്ട ശിലകൾ എന്നറിയപ്പെടുന്നതും അവസാദ ശിലകളാണ്. ക്ലൗഡ് കവറിൻ്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കാനുള്ള ഒരു ലൈൻ ഏതാണ്? ക്ലൗഡ് കവറിൻ്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈനിൻ്റെ പേര് ഐസോനെഫ് എന്നാണ്. ഐസോനെഫ് ആണ്. ക്ലൗഡ് കവറിൻ്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈനാണ് ഐസോനെഫ് എന്നത്. ഐസോ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോ ഹൈറ്റ്സ് എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ തുല്യ അളവിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ്, സാങ്കല്പിക രേഖകളാണ് ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ തുല്യ അളവിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഐസോ ഹാലൈനുകൾ എന്താണ്? ഹാലൈൻ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലവണാംശമുള്ളതുമായി ബന്ധപ്പെട്ട എന്തോ എന്നാണ്. ഒരേ അളവിൽ ലവണാംശമുള്ള മേഖലകളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്കുള്ള പേരെന്താണ്? ഐസോ ഹാലൈൻ എന്നാണ് കേട്ടോ. ഐസോ ഹാലൈനുകളാണ് ഒരേ അളവിൽ ലവണാംശമുള്ള മേഖലകളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഇനി ഐസോഹ്യൂം എന്താണ്? ഐസോഹ്യൂം തുല്യ ആപേക്ഷിക ആർദ്രതയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അറിയപ്പെടുന്ന പേരാണ് ഐസോഹ്യൂം എന്നത്. തുല്യ ആപേക്ഷിക ആർദ്രതയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോഹ്യൂം എന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ക്ലൗഡ് കവറിൻ്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈനാണ് ഐസോനെഫ് എന്നത്. ഐസോനെഫ്. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? ഏതാണ് സീസണൽ കാറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. SCERT പ്രകാരം ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്: മർദ്ദമേഖലകളും കാറ്റുകളും. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശങ്ങൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാതങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്നാണ് പറയുന്നത്. വിവിധ ആഗോളവാതകങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അതായത് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ട്രേഡ് വിൻഡ്സ് ആണ്. രണ്ടാമത് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് ആണ്. മൂന്നാമത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റർലീസ് ആണ്. ഈസ്റ്റർലീസ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി നോക്കാം. ഇത്തരത്തിൽ ഇതൊന്ന് വരച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കാരണം ഈ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഏത് ദിക്കിൽ നിന്ന് വരുന്നു എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ കുറച്ചുകൂടെ ഫെമിലിയർ ആക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ബാക്കി നോക്കാം. വാണിജ്യവാദങ്ങൾ.
ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ കണ്ടു. അവിടെ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റു വീശിക്കൊണ്ടേയിരിക്കുന്നു. ഇവ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നു. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഇതാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും കാണണം നമ്മൾ, അതുപോലെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും കണ്ടു. ബാക്കി നോക്കാം. ഇത്തരത്തിലുള്ളവയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്കുകിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? ITCZ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നാണ്. പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ നമ്മൾ കണ്ടല്ലോ. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിലുള്ള ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടു. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഈ കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറു നിന്നായതുകൊണ്ട് അവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. കാറ്റിന്റെ ദിശ നോക്കിയേ, പശ്ചിമ ഭാഗത്തു നിന്നല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. കണ്ടോ, കാറ്റിന്റെ ദിശ വെച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ഉത്തരം? പശ്ചിമവാദങ്ങൾക്ക് പേര് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഏകദേശം പടിഞ്ഞാറ് നിന്നാണ് കാറ്റിന്റെ ദിശ വരുന്നത്, അതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേതിനേക്കാൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുതലാകുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലാണ് പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടുതൽ ഉത്തരാർദ്ധഗോളത്തിനേക്കാളും. കാരണം എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമാണ്, അതുകൊണ്ടാണ് കാറ്റുകളുടെ വേഗം കൂടുതലാവുന്നത്. ഓക്കെ, ഇനി പോളാർ ഈസ്റ്റർലീസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ എന്താണ്? ഉച്ചമർദ്ദ കേന്ദ്രങ്ങളാണ് ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ. ഉച്ചമർദ്ദ കേന്ദ്രമാണ് ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകളായ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത്. കോറിയോലിസിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കുദിക്കിൽ നിന്നാണ് വീശുന്നത്. കിഴക്കുദിക്കിൽ നിന്നാണ് വീശുന്നത്. നോക്കിക്കേ, കിഴക്കുദിക്കിൽ നിന്നല്ലേ. പൂർവ്വവാദങ്ങളുടെ ദിശ നോക്കുകയാണെങ്കിൽ കിഴക്കുദിക്കിൽ നിന്നാണ് വരുന്നത്. രണ്ട് അർദ്ധഗോളങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിനാലാണ് ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ ഈസ്റ്റർലീസ് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾക്ക് ഗണ്യമായ പങ്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ്സ് നോക്കാം. നമ്മളടുത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ് എന്നാണ് ചോദിച്ചത്. പീരിയോഡിക് വിൻഡ്സ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് പറയുന്നു. നിശ്ചിത ഇടവേളകളിൽ ആവർത്തിച്ചുണ്ടാകുന്നവയാണ് കാലികവാദങ്ങൾ. അതായത് ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലായാലും ആവർത്തിക്കുന്നവയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൺസൂൺ എന്ന് നോക്കാം. ഈ കാലികവാദങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ മൺസൂൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ
മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അപ്പോൾ മൺസൂൺ ആണ് ഇത്തരത്തിലുള്ള കാലികവാദങ്ങൾക്ക് ഉദാഹരണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? താഴെ തന്നിരിക്കുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? മൺസൂൺ ആണ്. മൺസൂൺ. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അടുത്ത ചോദ്യം അതാണ്. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഒന്നാമത്തേത്, ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. സംസ്കൃതത്തിൽ ഹിമാലയം എന്നതിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വീട് എന്നാണ് കേട്ടോ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം ഹിമാലയമാണ്. ഹിമാലയം. അടുത്തത്, ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിര ഏതാണ്? ശിവാലിക് ആണെന്നാണ് പറയുന്നത്. നോക്കാം. ഹിമാലയത്തിന് 3 പർവ്വതനിരകളാണ് ഉള്ളത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ എന്നും ഹിമാചൽ ലെസ്സർ ഹിമാലയ എന്നും സിവാലിക് ഔട്ടർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും പുറത്തുള്ള പാളി ഏത് എന്ന് ചോദിച്ചാൽ, ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശിവാലിക് ആണ്. രണ്ടാമത്തേത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. 3, എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ് എന്ന് പറഞ്ഞു. ഈ തന്നിരിക്കുന്ന 3 പർവ്വതനിരകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിൽ ഹിമാദ്രിയാണ് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? എവറസ്റ്റ് പർവ്വതം എന്ന് പറയുന്നത്. ഹിമാദ്രിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അപ്പോൾ ശിവാലിക്കിലാണോ? അല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം മാത്രം ശരി എന്ന രീതിയിൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഹിമാചൽ ഉള്ളത്. അതിൽ താഴെയാണ്, ഹിമാചലിന് താഴെയായിട്ടാണ് സിവാലിക് ഉള്ളത്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയാണ് എവറസ്റ്റ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകാത്ത നദി? കേരളത്തിൽ ആകെ 44 നദികളാണെന്ന് നമുക്കറിയാം. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്നവ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. പെരിയാർ നദിയാണ്. പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. എത്രയാണ് ദൂരം വരുന്നത്? 244 കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ നീളം. എത്രയാണ്? 244 കിലോമീറ്റർ ആണ് വരുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനിയാണ് കേട്ടോ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് പാമ്പാറാണ് കേട്ടോ. പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. ഇനി ഭവാനി നദി ഏത് ജില്ലയിലാണെന്നറിയാമോ? ഏത് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്? പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ് ഭവാനി നദി ഒഴുകുന്നത്. പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ. ഫാക്ടർ കോസ്റ്റിലെ NNPക്ക് തുല്യമായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാക്ടർ കോസ്റ്റിലെ NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചത്. അതിന് തുല്യമായിട്ടുള്ളത് എന്താണ്?
ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് മൂല്യത്തകർച്ച അത് കുറയ്ക്കുമ്പോൾ ഓരോ വർഷവും ഉപയോഗിക്കുന്ന മൂലധനത്തിനുണ്ടാവുന്ന സ്വാഭാവികമായ കുറവാണ് ഈ തേയ്മാനം അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന അല്ലെങ്കിൽ മൂല്യത്തകർച്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NNP കിട്ടുന്നത്. NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് കിട്ടുന്നത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫാക്ടർ കോസ്റ്റിലെ NNP ഏതാണെന്നാണ്. അപ്പോൾ ഫാക്ടർ കോസ്റ്റിലെ GNP ഘടകം കോസ്റ്റ് GNP ഘടകം കോസ്റ്റിൽ നിന്ന് മൂല്യത്തകർച്ച ഡിപ്രീസിയേഷൻ D കുറയ്ക്കുന്നതാണ് ഫാക്ടർ കോസ്റ്റിലെ NNP എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റിലെ NNP ഫാക്ടർ കോസ്റ്റിന് തുല്യമായത് ഏതാണ്? GNP ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മൂല്യത്തകർച്ച എന്നതാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950 ആണ്. 1950 ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത് 1938 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഹരിപുര അതിനുശേഷം ഈ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗായിട്ട് മാറിയത് 2015 ജനുവരി 1 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മെഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? മെഹലനോബിസ് മാതൃക സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി. ദേശീയ പാത നിയമം 1956 നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാലും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം വ്യാവസായിക നയം 1956 ഇത് അവതരിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം വ്യാവസായിക നയമാണ്. രണ്ടാം വ്യാവസായിക നയം അവതരിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് 1951-56 കാലഘട്ടത്തിലുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956-61 56-61 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയാണ്. 1961 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ്. നാലാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ ഹോളിഡേക്ക് ശേഷമുള്ള പഞ്ചവത്സര പദ്ധതിയാണ്. 1969 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. ഇതിൽ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ചയും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി. വ്യാവസായിക വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലും ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലും സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ നാലാം പഞ്ചവത്സര പദ്ധതിയിലുമാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അടുത്തത് ബാങ്ക് നിരക്ക് എന്നാൽ എന്താണ്? ബാങ്ക് നിരക്ക് എന്നാൽ എന്താണ്? ബാങ്ക് നിരക്കുകൾ എന്ന് പറയുന്നത് പ്രധാനമായും പണനയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബാങ്ക് റേറ്റ് ബാങ്കുകൾക്ക് RBI ദീർഘകാല വായ്പ നൽകുന്ന നിരക്കാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് RBI ദീർഘകാലത്തേക്ക് വായ്പ നൽകുന്ന ഒരു നിരക്കാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈട് നൽകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ SBI എടുക്കുകയാണെങ്കിൽ SBI ബാങ്ക് RBIയിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങുന്നു. പണം കടം വാങ്ങുന്ന സമയത്ത് RBIയിൽ നിന്ന് കടം വാങ്ങുമ്പോൾ ഇവിടെ എഴുതിയാൽ ശരിയാവില്ല, ഇവിടെ കൊടുക്കാം, ശ്രദ്ധിക്കുക. ബാങ്കുകൾക്ക് SBI വായ്പ നൽകുന്ന റേറ്റിനെയാണ്, അത് ദീർഘകാലത്തേക്ക് നൽകുന്ന റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത് SBI ആണ്. RBIയിൽ നിന്ന് പണം കടം വാങ്ങുകയാണ്. അത് ഒരു ദീർഘകാലത്തേക്കാണ് വാങ്ങുന്നത്. ലോങ് ടൈമിനാണ് വാങ്ങുന്നത്. അതുപോലെ തിരിച്ച് ലഭിക്കുന്നത് പലിശയാണ്. പലിശ ലഭിക്കുന്നുണ്ട്, അതാണ് ബാങ്ക് റേറ്റ്. ആ ഒരു പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. ഇവിടെ ഈട് നൽകുന്നില്ല. ഇവിടെ
തുകയുടെ പലിശ ശതമാനമായിട്ട് മാത്രമേ നൽകുന്നുള്ളൂ. ഇതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ദീർഘകാലത്തേക്കാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ഈടില്ല എന്നുള്ളതും മനസ്സിലാക്കണം. RBI ബാങ്ക് റേറ്റ് ഉയർത്തുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് കസ്റ്റമർക്ക് മേൽ ചുമത്തുന്ന നിരക്കുകൾ കൂട്ടാനായിട്ട് പറ്റും. അതായത് ഇവരെടുത്തുനിന്ന് നമ്മളിപ്പോൾ SBIയിൽ പോയിട്ട് നമ്മൾ കുറച്ച് പണം ലോൺ എടുക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ലോൺ എടുക്കാൻ നേരത്ത് SBIയിൽ പണം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലായിരിക്കും RBIയിൽ ഈ പണം മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ RBIയിൽ നിന്ന് ലോങ് ടേമിലേക്ക് പണം മേടിക്കുന്ന സമയത്ത് പലിശ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിൽ SBI നമ്മൾ എന്ത് ചെയ്യും? SBI നമ്മളടുത്തുനിന്ന് പലിശ കൂടുതലായിട്ട് ചോദിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു പൈസ മേടിക്കാനായിട്ട് ശ്രമിക്കുമോ? പലിശ കൂടുതലല്ലേ, നമ്മളത് വേണ്ടാന്ന് വെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് സ്വാഭാവികമായും വായ്പയിൽ നമുക്കുള്ള ഒരു താല്പര്യം കുറയുമല്ലോ. SBI RBIക്ക് പലിശ കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ ഒരു പലിശ SBI ഈടാക്കുന്നത് നമ്മളിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു പലിശ കൂടുതൽ കൊടുത്തുകൊണ്ട് വായ്പ എടുക്കാനായിട്ട് ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പണപ്പെരുപ്പം കുറയാനായിട്ട് സാധിക്കും. അപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടുകയാണെങ്കിൽ പണപ്പെരുപ്പം കുറയും, ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ പണപ്പെരുപ്പം കുറയും, വിലക്കയറ്റം കുറയും. ഇതാണ് ബാങ്ക് റേറ്റിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണെങ്കിൽ ഇവിടെ ആൻസർ കിട്ടും. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് നിരക്കാണ്. ഓപ്ഷൻ എ വായിക്കുകയാണെങ്കിൽ ബാങ്കുകൾ അവരുടെ വായ്പകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ബാങ്കുകൾ അവരുടെ വായ്പകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക്, അവരുടെ വായ്പകൾ അതായത് നമ്മൾക്ക് തരുന്ന വായ്പകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു. ശരിയാണോ? അല്ല, തെറ്റാണ്. സ്വീകരിച്ച നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കാണിത് എന്ന് പറഞ്ഞു. അത് ശരിയാണോ? സ്വീകരിച്ച നിക്ഷേപങ്ങൾക്കാണോ ബാങ്കുകൾ പലിശ നൽകുന്നത് ബാങ്ക് റേറ്റ് എന്ന രൂപത്തിൽ? അല്ല, RBIക്ക് നൽകുന്ന നമ്മൾ പറഞ്ഞു. ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ടത് നിക്ഷേപങ്ങളുടെ ഭാഗമാണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു. ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട നിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? CRR ആണ്. ബാങ്കുകൾ RBI അവരുടെ കൈവശമുള്ള ടൈം ലയബിലിറ്റി, അവരുടെ കൈവശമുള്ള ആകെ തുകയുടെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ സൂക്ഷിക്കണം. അത്തരത്തിൽ സൂക്ഷിക്കപ്പെടുന്ന പൈസയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിൽ സൂക്ഷിക്കപ്പെടുന്നവയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. CRR എന്ന് പറയുന്നത് RBIയിൽ സൂക്ഷിക്കുന്ന തുകയാണ്. അപ്പോൾ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കുന്നത് CRR ആണ്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് വരുന്നത് SLR കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ SLR എന്താണ്? ആകെയുള്ള തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ബാങ്കുകളിൽ തന്നെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ തുക കരുതൽ ധനമായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അത് ക്യാഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്ന് നിർബന്ധമില്ല. ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ടോ സൂക്ഷിക്കാൻ പറ്റും. SLRൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ടോ സൂക്ഷിക്കാൻ പറ്റുന്നവയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാങ്കുകളിൽ തന്നെ സൂക്ഷിക്കുന്ന തുകയാണ്. അത് ഓക്കെ ആണല്ലോ. അതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ SLR കൂട്ടുകയാണെങ്കിലും CRR കൂട്ടുകയാണെങ്കിലും പണപ്പെരുപ്പം കുറയുകയും വിലക്കയറ്റം കുറയുകയും ചെയ്യും. അപ്പോൾ പണപ്പെരുപ്പം കുറയ്ക്കാൻ, വിലക്കയറ്റം കുറയ്ക്കാൻ CRR എന്ത് ചെയ്യണം? കൂട്ടണം. SLR എന്ത് ചെയ്യണം? കൂട്ടണം. SLRും CRRും കൂട്ടുമ്പോൾ പണപ്പെരുപ്പം കുറയുകയും വിലക്കയറ്റം കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് കൂട്ടുന്ന സമയത്ത് പണപ്പെരുപ്പം കുറയുന്നു, വിലക്കയറ്റം കുറയുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് റേറ്റ് നിരക്കാണ്. അപ്പോൾ അതാണ് ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ഏതൊക്കെയാണത്? ആർട്ടിക്കിൾ 15, 16, 19,
29, 30 എന്നിവയാണ്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നീ ആർട്ടിക്കിളുകളാണ് പൗരന്മാർക്ക് മാത്രമായി ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് കേട്ടോ. നിയമത്തിനു മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം. നിയമത്തിനു മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. ഈ ഒരു അവകാശം ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് വകുപ്പിലാണ് അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? നിയമത്തിനു മുന്നിൽ സമത്വം, അതുപോലെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, നിയമത്തിനു മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 14 നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂന്ന്. ആ സെറ്റ് ഓഫ് ആർട്ടിക്കിളുകളിൽ ഈ ഒരു 14 എന്നൊരു ആർട്ടിക്കിൾ വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ഏതൊരു വ്യക്തിക്കും നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. നാലാമത്തെ നോക്കിയ സ്റ്റേറ്റ്മെന്റ്. പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ആർട്ടിക്കിൾ 16 ആർട്ടിക്കിൾ 16 അവസര സമത്വം എന്നൊരാശയം പറയുന്നത്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ. ഇന്ത്യ കടമെടുത്ത ആശയങ്ങളും രാജ്യങ്ങളുമാണ് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ് അല്ലേ? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ്. 1 ബി ആയിട്ടാണ് കണക്ട് ചെയ്തത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 2 സിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. 2 സി ആണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻ FYP ആണ് കേട്ടോ. FYP 5 ഇയർ പ്ലാൻ ഏകദേശം ഒരുപോലെ പ്രാസം തോന്നുന്നില്ലേ? FD അതുപോലെ FYP. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും 5 ഇയർ പ്ലാനും കടം കൊണ്ടിട്ടുള്ളത് USSRൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രാസം പോലെ പഠിച്ചു വെച്ചാൽ ഉപകാരപ്രദമായിരിക്കും. മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു? റഷ്യയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 കിട്ടിയിട്ടുണ്ട്. അടുത്തത് അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് കടം കൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങൾ മാത്രമല്ല, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊരു ആശയം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ ഇതെല്ലാം കടം കൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി എവിടെ നിന്ന് കടം കൊണ്ടു? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. നമ്മുടെ അവസാനത്തെ ഓപ്ഷനാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടം കൊണ്ടിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഭരണഘടനാ ഭേദഗതിയും അമെൻമെന്റും കടം കൊണ്ടിട്ടുള്ളത്, ഈ ഒരു ആശയം കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്? അപ്പോൾ യോഗ്യതകൾ തന്നിട്ടുണ്ട്, ഏത് സ്ഥാനത്തേക്കുള്ളതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തേത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രധാനമന്ത്രിയാകുന്നതിന് എത്ര വയസ്സായിരിക്കണം?
25 വയസ്സുണ്ടായിരുന്നാൽ മതി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് രാഷ്ട്രപതി നിയമിക്കുന്നത്. അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായം, മിനിമം 25 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി കട്ടായി പോയിട്ടുണ്ട്. അടുത്തത്, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. ലാഭകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ കീ പോയിന്റ് കേട്ടോ. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുണ്ടായിരിക്കണം. രാഷ്ട്രപതി ഉണ്ട്, ഗവർണർ ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിനുള്ള യോഗ്യതകൾ ഏകദേശം സിമിലർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വ്യത്യാസമുള്ള ഒരു പോയിന്റ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷത അല്ലെങ്കിൽ യോഗ്യത എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തേത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ആദായം പറ്റുന്ന ഒരു പദവിയും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. അപ്പം അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാഷ്ട്രപതി ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, ലോകസഭ അംഗമാകുന്നതിനുള്ള യോഗ്യതകളാണ് രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ലോകസഭയാണ് കേട്ടോ. ലോകസഭാ അംഗമായിരിക്കുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം രാഷ്ട്രപതിക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക്. അപ്പോൾ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്കാണ് കേട്ടോ. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ആദായം പറ്റുന്ന പദവികൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കാൻ പാടില്ല, ഒരു രാജ്യസഭാംഗത്തിനുള്ള എല്ലാ യോഗ്യതകളും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഏത് സ്ഥാനത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്? ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയിട്ടുള്ള ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം രചിച്ചത് ഗുരുമാണി മാധവച്ചാക്യാരാണ്. മാധവച്ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമാണി മാധവച്ചാക്യാരാണ്. ഈ ഒരു നാട്യകൽപദ്രുമം മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് കേരള കലാമണ്ഡലമാണ് കേട്ടോ. കേരള കലാമണ്ഡലമാണ് മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഇനി കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? കൂടിയാട്ടത്തിന്റെ കുലപതി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അമ്മന്നൂർ മാധവച്ചാക്യാർ ആണ് കേട്ടോ. അമ്മന്നൂർ മാധവച്ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവച്ചാക്യാരാണ്. എന്നാൽ നാട്യകൽപദ്രുമം രചിച്ചത് ആരാണ്? ഗുരുമാണി മാധവച്ചാക്യാരാണ് കേട്ടോ. രണ്ടും മാധവച്ചാക്യാർ തന്നെയാണ്, പക്ഷെ പേര് ശ്രദ്ധിക്കണം, രണ്ടിടത്തും മാധവച്ചാക്യാർ എന്നുള്ളതുകൊണ്ട് മാറിപ്പോവരുത്. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപദ്രുമം രചിച്ചത് ഗുരുമാണി മാധവച്ചാക്യാരും കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവച്ചാക്യാരുമാണ്. ഓക്കെ, അടുത്തത്, കൂടിയാട്ടം അവതരിപ്പിക്കുന്ന ക്ഷേത്രവളപ്പിന്റെ അരങ്ങിനെ പറയുന്ന പേര് എന്താണ്? കൂത്തമ്പലം എന്നാണ് കേട്ടോ. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? കൂത്തമ്പലമാണ്. കൂത്തമ്പലം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദ്യോപകരണത്തിന്റെ പേര് എന്താണ്? മിഴാവാണ് കേട്ടോ. മിഴാവ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് മിഴാവ്. ഈ ഒരു കൂടിയാട്ടത്തിന്റെ, കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. അത് ഏതാണ്? മാർഗി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാർഗി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗി. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗി. മാർഗിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. മാർഗിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാർഗി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. മാർഗി എന്തിന്റെ സംഘടനയാണ്? കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി സംഘടന. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ.
യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകളാണ് കൂടിയാട്ടവും മുടിയേറ്റും. കൂടിയാട്ടവും മുടിയേറ്റുമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ. ഇതില് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ കലാരൂപമാണ് കൂടിയാട്ടമാണ് ആദ്യമായിട്ട് പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം കേട്ടോ. കൂടിയാട്ടത്തിന്റെ അർത്ഥം എന്താണ്? കൂടിച്ചേർന്നുള്ള അഭിനയം എന്നതാണ് ഈ കൂടിയാട്ടം എന്നതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. 2001 കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പ്രഖ്യാപിച്ച വർഷമാണ് 2001. കൂടിയാട്ടം എന്ന കലാരൂപം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം അല്ലെങ്കിൽ അതിനായി പ്രഖ്യാപിച്ച വർഷമാണ് 2001. കേരളത്തിൽ നിന്ന് രണ്ടാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുടിയേറ്റാണ് കേട്ടോ. ഒന്നാമതായിട്ട് കൂടിയാട്ടവും രണ്ടാമത് മുടിയേറ്റുമാണ്. തെക്കൻ കേരളത്തിലും കൊച്ചിയിലും പൊതുവെ അനുഷ്ഠിച്ച് കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്നത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രീസിൽ നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യമാണ് കേട്ടോ ഗ്രീസ്. പ്രാചീന ഒളിമ്പിക്സ് BC 776 അതുപോലെ ആധുനിക ഒളിമ്പിക്സ് 1896 ആരംഭിച്ചത്. പ്രാചീന ഒളിമ്പിക്സ് BC 776 ഗ്രീസിൽ വെച്ച്, ഒളിമ്പിയ നഗരം ഗ്രീസിലാണ് ആരംഭിച്ചത്. ആധുനിക ഒളിമ്പിക്സ് 1896 ഏതൻസിൽ വെച്ചാണ് ആരംഭിച്ചത്. ഗ്രീസിലെ ഏതൻസിൽ വെച്ചാണ്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? അത് ഗ്രീസ് ആണ് കേട്ടോ. എന്നാൽ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റില് ഏറ്റവും അവസാനമായി മാർച്ച് ചെയ്യുന്നത് ആതിഥേയ രാജ്യമായിരിക്കും കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. ആദ്യം മാർച്ച് പാസ്റ്റില് പോകുന്ന ടീം എന്ന് പറയുന്നത് ഗ്രീസും ഏറ്റവും അവസാനം ആതിഥേയ രാജ്യവുമായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡേവിസ് കപ്പ്, വൈറ്റ്മാൻ കപ്പ്, ലാവർ കപ്പ് ഇവയെല്ലാം തന്നെ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ടെന്നീസുമായി ബന്ധം. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആമസോൺ കിൻഡിൽ റീഡ് ചെയ്യുന്ന സമയത്ത് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക് എന്നതാണ് കേട്ടോ. കടലാസിൽ അച്ചടിച്ച മഷിയുടെ അതേ രൂപം പകർത്തുന്ന ഒരു ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഈ ഇങ്ക് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ പോലെ തന്നെ ഉണ്ടാവും, അത് കടലാസിൽ അച്ചടിച്ച മഷിയുടെ പോലെ തന്നെ ഉണ്ടാവും. അതിനാണ് ഈ ഇങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ പാനൽ എന്താണ്? ഈ പാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് മൗണ്ട് ചെയ്യുന്നതിനും അതുപോലെ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് ഈ പാനൽ എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് മൗണ്ട് ചെയ്യുന്നതിനും ഡിജിറ്റൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള അനുയോജ്യമായ അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് ഈ പാനൽ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്ലാറ്റ് ഷീറ്റ് ആപ്ലിക്കേഷനുകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഈ പാനൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫ്ലാറ്റ് ഷീറ്റ് ആപ്ലിക്കേഷനുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പാനൽ എന്നത്. അടുത്തത് ഇ ബുക്ക് റീഡറാണ്. ഇ ബുക്ക് റീഡർ എന്താണ്? പുസ്തകങ്ങൾ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. പുസ്തകങ്ങൾ, പത്രങ്ങൾ, മാഗസിനുകൾ പോലെയുള്ളവരുടെ ഡിജിറ്റൽ പതിപ്പുകൾ വായിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇ ബുക്ക് റീഡർ എന്നത്. ഇ ബുക്ക് റീഡർ പുസ്തകങ്ങളുടെ പകർപ്പുകൾ, അതിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ, പുസ്തക രൂപത്തിലുള്ള മാസികകൾ, പത്രങ്ങൾ, പുസ്തകങ്ങൾ ഇവയുടെയൊക്കെ ഡിജിറ്റൽ പകർപ്പുകൾ വായിക്കുന്നതിനായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ് ഇ ബുക്ക് റീഡർ. ഓക്കെ ആണല്ലോ. അടുത്തത് ഇ ബോർഡ്. എന്താണ് ഇ ബോർഡ്? ഏകദേശം ആ പേരുമായി ബന്ധപ്പെട്ടതാണ്. HTC അല്ലെങ്കിൽ ഐഫോൺ, ഐപാഡ്, ഐപോഡ് ടച്ച് അല്ലെങ്കിൽ അതുപോലത്തെയുള്ള ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് പോലെയുള്ള
ടച്ച് സ്ക്രീൻ, ബോർഡ് എന്നുള്ള പേരുണ്ടല്ലേ, അതുപോലെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മൊബൈൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വിർച്വൽ കീബോർഡാണ് ഈ ബോർഡ് എന്ന് അറിയപ്പെടുന്നത്. വിർച്വൽ കീബോർഡുകളാണ് ഈ ബോർഡുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇങ്ക് നമ്മൾ കണ്ടു, കടലാസിൽ അച്ചടിച്ച മഷിയുടെ അതേ രൂപം പകർത്തുന്ന ഡിസ്പ്ലേ ആണ് ഈ ഇങ്ക്. ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഈ ഇങ്ക് എന്നത്. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടു. ഈ ഇങ്കാണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് ഏതാണ്, ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ല. ഇത് PSCയുടെ ആൻസർ പ്രകാരം പ്രൊസസ്സർ മാനേജ്മെന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനം അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകളിൽ ഒന്നാണ് കേട്ടോ. PSCയുടെ ആൻസർ B ആയിരുന്നു. പക്ഷേ ഈ പ്രൊസസ്സർ മാനേജ്മെന്റ് എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകളിൽ ഒന്നാണ്. അപ്പോൾ PSC എന്ന ആൻസർ എന്താന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ കാര്യം എന്താന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. മെമ്മറി മാനേജ്മെന്റ്. എന്താണ് മെമ്മറി മാനേജ്മെന്റ്? പേര് തന്നെയാണ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പ്രാഥമിക മെമ്മറിയെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഭാഗമാണ് മെമ്മറി മാനേജ്മെന്റ്. പ്രാഥമിക മെമ്മറിയെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഭാഗത്തെയാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏത് ഉപകരണത്തിനാണ് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ കഴിയുന്നത്? ഗേറ്റ്വേ ആണ് കേട്ടോ. ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇതിനെ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടം ഗേറ്റ്വേ ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗേറ്റ്വേ ആണ് വാനിലേക്ക് ലാനിനെ കൂട്ടിച്ചേർക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണം. ഓക്കെ. അപ്പോൾ ഹബ്ബ് എന്താണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് എന്നത്. ഈ ഹബ്ബിൽ നിന്നാണ് അവ യോജിപ്പിക്കപ്പെടുന്നത്. ഓക്കെ. വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഓക്കെ. ഇനി ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ വേറെ ആണെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഓക്കെ. ഇനി ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ. അപ്പോൾ ഗേറ്റ്വേയും റൂട്ടറും തമ്മിൽ മാറിപ്പോവരുത്. റൂട്ടർ എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. അതുകൊണ്ടാണ് വ്യത്യാസം വരരുതെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. എങ്ങനെയാണ്? റൂട്ടർ ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളുള്ളതുമായ രണ്ട് ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റൂട്ടറാണ്. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗേറ്റ്വേ എന്നത്. ഗേറ്റ്വേയും റൂട്ടറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അടുത്തത് സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ടെക്സ്റ്റുകളിലേക്ക് ലിങ്കുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് റെഫറൻസിങ് ടൂളാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ക്രോസ് റെഫറൻസിങ് ടൂളാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഈ ഹൈപ്പർ ടെക്സ്റ്റിന്റെ വിപുലീകരണപ്പെട്ട ഒരു രൂപമാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റിന്റെ വിപുലീകരണ രൂപമാണ് ഹൈപ്പർ മീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. എന്താണ് ഹോം പേജ്?
ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൻ്റെ ഡീഫോൾട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് പേജാണ് ഹോം പേജ്. നമ്മൾ പറയില്ലേ നമ്മുടെ ഹോം പേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഡീഫോൾട്ട് പേജാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്. HTML നമ്മൾ കുറേ അബ്രിവിയേഷൻസ് പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടാവും. HTML എന്താ? വെബ് പേജുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് HTML എന്ന് പറയുന്നത്. ഫുൾ ഫോം എന്തായിരുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്നത്. HTML എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെബ് പേജുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയാണ് HTML എന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. HTML വികസിപ്പിച്ച വ്യക്തി ആരാന്നറിയാമോ? ടിം ബെർണേഴ്സ്ലി ആണ് കേട്ടോ. ടിം ബെർണേഴ്സ്ലി തന്നെയാണ് HTML വികസിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വികസിപ്പിച്ച മറ്റൊരു സാങ്കേതിക വിദ്യ ഉണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതെന്താന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആണ്, അതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിനും ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫിഷിംഗ്. അതായത് ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുതരം വ്യക്തി വിവര മോഷണമാണ് ഫിഷിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന വ്യക്തി വിവര മോഷണം അറിയപ്പെടുന്ന പേരെന്താണ്? ഫിഷിംഗ് എന്നാണ്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്ന പേര് സ്പൂഫിംഗ് എന്നാണ് കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്ന പേര് സ്പൂഫിംഗ് എന്നാണ്. സ്പൂഫിംഗ് എന്നാണ്. ഓക്കെ, ഇനി ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ പേര്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് നമ്പർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ മറ്റൊരാൾ തട്ടിപ്പ് നടത്തുന്നതിനും അതുപോലെ കുറ്റകൃത്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ സ്വകാര്യ വിവരണങ്ങളുടെ മോഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനുള്ള പേര്, ക്രെഡിറ്റ് കാർഡ്, ആധാർ കാർഡ് നമ്പർ പോലെയുള്ളവയുടെ, അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റൊരാൾ നമ്മുടെ സമ്മതം കൂടാതെ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പുകൾ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈനിലൂടെ നടത്തുന്ന വ്യക്തി വിവര മോഷണമാണ് ഫിഷിംഗ്. അത്തരത്തിലുള്ള വെബ് പേജ് നിർമ്മാണം അറിയപ്പെടുന്നത് സ്പൂഫിംഗ് എന്നാണ്. അപ്പോൾ മൂന്നും തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഇനി റാൻസം വെയർ ആണ്. റാൻസം വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഒരുതരം മാൽവെയർ സോഫ്റ്റ്വെയർ ആണ് റാൻസം വെയർ. വാനാക്രൈ എന്ന റാൻസം വെയർ ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ റാൻസം വെയർ എന്നാൽ എന്താണ്? ഒരുതരം മാൽവെയർ സോഫ്റ്റ്വെയറുകളാണ് റാൻസം വെയർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? കുറച്ച് എളുപ്പമാണ്, പക്ഷെ ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ്, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ ആണ് കേട്ടോ. സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം. കമ്പ്യൂട്ടറിന് ഡാറ്റയും മറ്റു നിർദ്ദേശങ്ങളും നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണം. നമുക്കിതൊക്കെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ കൺഫ്യൂഷൻ വരാതെ ശരിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മാർക്കാണ്, വിലപ്പെട്ടതാണ്. കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണം. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് സ്കാനർ, മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പാൻ, ഇതൊക്കെ കേട്ടോ. സ്കാനർ, മൗസ്, കീബോർഡ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക് തുടങ്ങിയവയ്ക്കാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണം. ഈ സ്കാനർ ഉണ്ടല്ലോ, സ്കാനറിൽ സ്കാൻ ചെയ്യപ്പെടുന്ന ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ അളവുകോലുണ്ട്. അതാണ് DPI എന്ന് പറയുന്നത് കേട്ടോ. DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. DPI എന്ന് പറയുന്നത് സ്കാനറിന്റെ റെസല്യൂഷൻ അളക്കുന്ന ഒരു അളവുകോലാണ് കേട്ടോ. ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന ഒരു അളവുകോലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ DPI. ഈ DPI കൂടുന്തോറും, DPIയുടെ വാല്യൂ ഹൈ ആവും തോറും റെസല്യൂഷനും ബെറ്റർ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. DPI കൂടുന്തോറും റെസല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഡോട്ട്സ് പെർ ഇഞ്ച് എന്നത് ഓർത്തിരിക്കുക. സ്കാൻ ചെയ്യപ്പെടുന്ന ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന അളവുകോലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലെങ്കിൽ DPI എന്നത്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ നമ്മൾ
കണ്ടു, ഇൻപുട്ട് എന്താണ് എന്നും കണ്ടു. അതുപോലെ ഔട്ട്പുട്ടാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടവ ഇവിടെ ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രിന്റർ, മോണിറ്റർ, സ്പീക്കർ എന്നിവ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിനെ ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് പ്രിന്ററുകളും അതുപോലെ തന്നെ പ്ലോട്ടറുകളും. കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രിന്ററുകളും അതുപോലെ പ്ലോട്ടറുകളും ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പോൾ പ്ലോട്ടർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ എന്താ ചെയ്യുന്നത്? ഗ്രാഫുകളും ഡിസൈനുകളും ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കുന്നതിനായിട്ടാണ് പ്ലോട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രാഫുകളും അതുപോലെ ഡിസൈനുകളും ഒക്കെ ഹാർഡ് കോപ്പി ആയിട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ എന്നത്. പ്രിന്റർ എന്താണ്? കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. കുറച്ചുകൂടെ സിമ്പിളാണ്, ഇത് കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ ഫോർമാറ്റിലുള്ള ഗ്രാഫുകൾ, നിർമ്മാണത്തിനുള്ള മാപ്പുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, വലിയ പോസ്റ്ററുകൾ എന്നിവയൊക്കെ പ്രിന്റ് ചെയ്യുന്നതിനായിട്ടാണ് പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി നമുക്കറിയാം, മോണിറ്ററും നമുക്കറിയാവുന്നതാണ്, സ്പീക്കറും അറിയാം. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? വേർഡ് പ്രൊസസ്സർ ആണ് കേട്ടോ. വേർഡ് പ്രൊസസ്സർ ഇവിടെ തന്നിട്ടുള്ളതിൽ വേർഡ് പ്രൊസസ്സർ ആണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ പൊതുവെ 2 തരത്തിലാണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. 2 തരത്തിലാണ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇതിൽ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിലുള്ളത്. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട്, നിയന്ത്രിക്കുന്നതിനായിട്ട്, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് ഇവിടെ തന്നിട്ടുള്ള വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് എന്നിവയൊക്കെ കേട്ടോ. യൂണിക്സ്, വിൻഡോസ്, ലിനക്സ് ഇവയൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോഫ്റ്റ്വെയർ 2 തരത്തിലാണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടല്ലോ. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നത്. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഉദാഹരണം എന്താ പറയാ? ടാലി കേട്ടിട്ടുണ്ടല്ലോ. ടാലി, ജിംബ്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം ഇതെല്ലാം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ടാലി, ജിംബ്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് അതുപോലെ മാക്, ഉബണ്ടു ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വാൻ എന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നതാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു 100 കിലോമീറ്റർ വൃത്തപരിധിക്കും അപ്പുറത്ത് പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ശൃംഖലയാണ് കേട്ടോ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ വൃത്തപരിധി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എത്രത്തോളം വൈഡാണ്. അപ്പൊ അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്നത് കേട്ടോ. അപ്പൊ ലാനും പാനും എന്താണ്? പാൻ എന്നാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ്, പ്രിന്റർ ഇതിന് ചുറ്റുമുള്ള ഒരു ശൃംഖലയാണ്
പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്നത്. ലാൻ എന്താ, നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ബന്ധിപ്പിച്ചിരിക്കുന്ന വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് ലാൻ എന്നത്. ഓക്കെ ആണോ? ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപനത്തിനുള്ളിൽ, ഇപ്പോൾ ഒരു സ്കൂളിലും റൂമിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ലാൻ ഉപയോഗിക്കുന്നത്. പാൻ എന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു നമ്മുടെ ചുറ്റുള്ള കമ്പ്യൂട്ടറോ മൊബൈൽ, ടാബ്ലറ്റ്, പ്രിന്റർ തുടങ്ങിയവയുടെ ചുറ്റിലുമാണ് പാൻ ഉപയോഗിക്കുന്നത്. വാൻ എന്നത് വൈഡ് ഏരിയ ആണ്, 100 കിലോമീറ്ററോളമുള്ള വൃത്തപരിധിക്കുള്ളിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വാൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ബസ് നെറ്റ്വർക്കാണ്. നമ്മൾ ടോപ്പോളജി പഠിച്ചിട്ടില്ലേ? ഭൗതികമായിട്ട് കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ശൃംഖലയുടെ ഒരു രൂപീകരണത്തെയാണ് നമ്മൾ ബേസിക്കലി ടോപ്പോളജി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കണക്ഷൻസ് ആണ് ടോപ്പോളജി. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പോളജികളിൽ ഒന്നാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ ബസ് ടോപ്പോളജിയാണ് ഈ ഒരു 4ാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നത്. എന്താണ് ബസ് ടോപ്പോളജി? അതായത് ഒരു പ്രധാനപ്പെട്ട കേബിളാണ് ഈ ബസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കേബിളായ ബസ്സിലേക്ക് എല്ലാ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഈ കണക്ഷൻ മൊത്തം ഈ ബസ് അല്ലെങ്കിൽ ഈ കേബിൾ ആയിരിക്കും കേട്ടോ. അതാണ്. അപ്പോൾ ബസ്സിന്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ഉപകരണമായിട്ടുള്ള ടെർമിനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അഗ്രഭാഗത്ത് ഒരു ടെർമിനേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഒരു നോഡിന്റെ തകരാറ് ഈ ശൃംഖലയെ ബാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു നോഡ് എന്നാൽ കമ്പ്യൂട്ടർ ആണ്. ഈ ഒരു നോഡ് കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവയെ അതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഈ ബസ്സിന്റെയോ ടെർമിനേറ്ററിന്റെയോ തകരാറ് ശൃംഖലയെ മൊത്തമായിട്ട് ബാധിക്കും. ഈ ഒരു ബസ്സിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ഈ ഒരു ടെർമിനേറ്ററിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിനും തകരാറ് സംഭവിക്കും. അപ്പൊ അതാണ് ബസ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളത് വെബ് പേജ് കാണുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ബ്രൗസറാണ്. ബ്രൗസ് ചെയ്തല്ലേ നമ്മൾ വെബ് പേജ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ബ്രൗസറുകൾ, അതായത് വെബ് പേജുകൾ ദൃശ്യമാക്കി തരുന്ന വിധത്തിലുള്ള ബ്രൗസറുകൾക്ക് രൂപം നൽകിയത് ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ആ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന സേവനമാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് HTML ആണ്. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് HTML ആണ് കേട്ടോ. HTML നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്താണ് HTMLന്റെ ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള മാർക്കപ്പ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് HTML ആണ്. HTML എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് കണക്കുകൂട്ടലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പട്ടികയുടെ രൂപത്തിലൊക്കെ വരികളും നിരകളുമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഡോക്യുമെന്റ്. പൊതുവെ ഇത് കണക്കുകൂട്ടലുകൾക്കും മറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്കൂൾ ടൈമിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് സ്പ്രെഡ്ഷീറ്റ് എന്നത്. ഓക്കെ, ഇനി ഇമെയിലും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇന്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് ഇമെയിൽ ഉപയോഗിക്കുന്നത്. ഇമെയിൽ അല്ലെങ്കിൽ എന്താണ്? ഇമെയിലിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇന്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഇമെയിൽ ഉപയോഗിക്കുന്നു. നമുക്കറിയാലോ, ലോകത്തുള്ള ഏതൊരു വ്യക്തിയുമായിട്ടും സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ കൈമാറാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇമെയിൽ വഴി. അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അപ്പൊ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഇമെയിൽ കണ്ടു, ബ്രൗസർ, HTML, അതുപോലെ സ്പ്രെഡ്ഷീറ്റും കണ്ടു. ഓക്കെ, അടുത്തത് IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ് കേട്ടോ. 2000 ജൂൺ 9-നാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. IT ആക്ട് 2000 ജൂൺ 9-ന് പാസ്സാക്കുന്നു. ഒക്ടോബർ 17-ന് നിലവിൽ വരുന്നു. 2000 ഒക്ടോബർ 17-ന് IT ആക്ട് നിലവിൽ വരുന്നു. ഒക്ടോബർ 17-ആണ് കേട്ടോ. 17-ആണേ. ഒക്ടോബർ 17-ന് നിലവിൽ വന്നു. ശരിയായ പദം എടുത്തെഴുതുക. ശരിയായ പദം ഏതാണ്? സ്രഷ്ടാവാണ്. സ്രഷ്ടാവ് എന്നതാണ് ശരിയായിട്ടുള്ള പദം. അതുപോലെ
ദൈവികം എന്നതാണ് ശരിയായിട്ടുള്ള പദം. ദൈവീകം എന്നാണ് നമ്മൾ പറയാറ്, പക്ഷെ അത് തെറ്റാണ്. ദൈവികം എന്നാണ് ശരി. പിന്നെ ഇരുട്ടടി. കവിത്രയങ്ങളല്ല, കവിത്രയം എന്നതാണ് ശരിയായിട്ടുള്ളത്. കവിത്രയങ്ങൾ എന്നത് തെറ്റാണ്, കവിത്രയമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യമാണ്. അക്ഷമമല്ല, അക്ഷന്തവ്യമാണ്. അതുപോലെ അക്ഷന്തവ്യം എന്ന വാക്കാണ് കറക്റ്റ് ആയിട്ടുള്ളത്, മനസ്സിലാക്കുക. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ കർമ്മനിരതനാണ്. കർമ്മനിരതൻ. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സുവാണ്. ദിപ്സു ഇങ്ങനെയാണ് കേട്ടോ. ദിപ്സു. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദിപ്സു. നയമറിയുന്നവൻ നയജ്ഞൻ. പിതാവിനെ വധിക്കുന്നയാൾ പിതൃഘാതിയാണ്. പിതൃഘാതിയാണ് പിതാവിനെ വധിക്കുന്നയാൾ. പലതായിരിക്കുന്ന അവസ്ഥയാണ് നാനാത്വം. നമ്മൾ പറയില്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് നാനാത്വം. പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. ഒന്നായിരിക്കുന്ന അവസ്ഥ എന്താണ്? ഏകത്വം. ന്യായശാസ്ത്രം അറിയുന്നവനാണ് നൈയായികനാണ് ന്യായശാസ്ത്രം അറിഞ്ഞിരിക്കുന്നവൻ. ഓക്കെ, അപ്പം ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമാണ് കൂട്ടുകൃഷി എന്നത്. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചതാരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. കാഞ്ചന സീത എന്ന നാടകം രചിച്ചതാരാണ്? CN ശ്രീകണ്ഠൻ നായരാണ് കാഞ്ചന സീത എന്ന നാടകം രചിച്ചത്. ദൈവത്താർ എന്ന നാടകം കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമാണ് ദൈവത്താർ എന്നത്. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരൻ രചിച്ച നാടകമാണ് പാട്ടബാക്കി. കെ ദാമോദരന്റെ നാടകമാണ് പാട്ടബാക്കി. കാവാലം നാരായണ പണിക്കർ രചിച്ചതാണ് ദൈവത്താർ എന്ന നാടകം രചിച്ചത് കാവാലം നാരായണ പണിക്കരാണ്. കാഞ്ചന സീത എന്ന നാടകം രചിച്ചത് CN ശ്രീകണ്ഠൻ നായരാണ് കാഞ്ചന സീത എന്ന നാടകം രചിച്ചത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമാണ് ഏത്? കൂട്ടുകൃഷി എന്നത്. മൺകലം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം എന്നുള്ളതാണ്. കലമാണ് മൺകലം. തലവേദന എന്താണ്? തലയിലെ വേദനയാണ് തലവേദന. അതുപോലെ ദീപാലങ്കാരം എന്താണ്? ദീപങ്ങളാൽ അലങ്കാരമാണ് ദീപാലങ്കാരം. പിന്നെ എന്താണ്? പാദധൂളി എന്നത് പാദത്തിലെ ധൂളിയാണ്. പിന്നെ പകലിരവ് പകലും ഇരവുമാണ്. പകലും ഇരവും. പാദധൂളി പാദത്തിലെ ധൂളിയാണ്. ദീപാലങ്കാരം ദീപങ്ങളാൽ അലങ്കാരം. തലവേദന തലയിലെ വേദന. മൺകലം മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ബഹുവചനത്തിന് ഉദാഹരണമാണ് സ്വാമികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. ലോപം എന്ന വാക്കിന്റെ അർത്ഥം എടുത്തെഴുതുക. ലോപം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുറവ്. ലോപസന്ധിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഒരു അക്ഷരം കുറഞ്ഞു പോകുന്നു. കുറവ്. ലോപം എന്ന ലോപിച്ചു പോവുക, കുറഞ്ഞു പോവുക, കുറവ്. അടുത്തത് നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് നേത്രി. വൈരി എന്ന പുല്ലിംഗത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? വൈരിണിയാണ്. വൈരി സ്ത്രീലിംഗമല്ല, വൈരി എന്നത് പുല്ലിംഗ രൂപമാണ്. വൈരി എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് വൈരിണി. സിംഹം സിംഹിയാണ്. സിംഹി. തമ്പി തങ്കച്ചി. യാത്രികയാണ് കേട്ടോ. യാത്രിക. ശിഷ്യൻ ശിഷ്യയാണ്. പഥിക എന്നതാണ് സ്ത്രീലിംഗ രൂപം. വൈരിണി. സിംഹം സിംഹി. തമ്പി തങ്കച്ചി. യാത്രിക. ശിഷ്യൻ ശിഷ്യ. പഥിക എന്നതാണ് സ്ത്രീലിംഗ രൂപമായിട്ട് വരുന്നത്. ഇനി അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ലാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ലാണ്. തിളങ്ങി കാണുന്നതെല്ലാം ശ്രേഷ്ഠമല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നത്.
വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക. വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് വാണി എന്നത്. വാണി എന്നാൽ വാക്ക് എന്നാണ് അർത്ഥം. വാക്ക് എന്നാൽ വാണി, ഉക്തി, വചനം, ഭാഷിതം എന്നൊക്കെ പറയാറുണ്ട്. വാണി, ഉക്തി, ഉക്തിയാണ് ഉക്തി. വാണി, ഉക്തി, ഭാഷിതം, വചനം ഇതെല്ലാം വാക്കിൻ്റെ പര്യായ പദമാണ്. വീണ എന്താണ്? വീണയുടെ പര്യായ പദങ്ങളാണ് വിഭഞ്ചിക, വല്ലകി, വിഭഞ്ചി എന്നതൊക്കെ. വിഭഞ്ചിക, വല്ലകി, വിഭഞ്ചി എല്ലാം വീണയുടെ പര്യായ പദങ്ങളാണ്. അതുപോലെ വാഗ്മി എന്താണ്? വാഗ്മി എന്നാൽ വാക് സാമർഥ്യമുള്ള ആൾ എന്നാണ് അർത്ഥം. വാഗ്മി എന്നാൽ വാക് സാമർഥ്യമുള്ള ആൾ എന്നാണ് അർത്ഥം. ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? വാഴപ്പഴം, തിരുവാതിര, തണുപ്പുണ്ട്, മഴക്കാലം എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായി പിരിച്ചെഴുതിയത് തിരുവാതിരയാണ്. തിരു അധികം ആതിരയാണ് തിരുവാതിര. ശരിയായി പിരിച്ചെഴുതിയത് ഓപ്ഷൻ ബി ആണ്, തിരുവാതിര. വാഴപ്പഴം പിരിച്ചെഴുതുമ്പോൾ വാഴ അധികം പഴമാണ്. പാ ഇരട്ടിക്കേണ്ട ആവശ്യമില്ല. പഴം എന്നത് സാധാരണ ചെറിയ പാ മതി. വാഴ അധികം പഴം. തണുപ്പുണ്ട്, തണുപ്പുണ്ട് എന്ന് എഴുതുന്ന സമയത്ത് തണുപ്പ് അധികം ഉണ്ട് എന്ന് മതി. തണുപ്പ് അധികം ഉണ്ട് എന്ന് എഴുതിയാൽ മതിയാകും. മഴക്കാലം എഴുതുമ്പോൾ എങ്ങനെയാണ്? മഴ അധികം കാലമാണ്. കാ ഇരട്ടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ കാ കൊടുത്താൽ മതിയാകും. മഴ അധികം കാലം, മഴക്കാലം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളെല്ലാം നല്ലപോലെ റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ അറ്റംപ്റ്റ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.